അല്ല ആസേട്ടാ, ട്രാവൽസ് നിന്ന് അത് വിളിച്ചിരുന്നു. നിങ്ങളിങ്ങ് ഗൾഫിക്ക് പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഒന്നുമില്ലടാ, പോയേ പറ്റൂ. ഞങ്ങൾ പ്രവാസികൾ ഇങ്ങനെ എപ്പോഴാണ് തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ദാസേട്ടാ, നമ്മളെ ഓണത്തിന് 5-6 ദിവസമല്ലേ ഉള്ളൂ. ബാപ്പുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. ഓണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പറ്റൂല, പോയേ പറ്റൂ. 6 ദിവസമില്ല, 6 മണിക്കൂർ പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല. പോട്ടെ. അച്ചുവാ, ബാപ്പുട്ടിയാ, ദാസേട്ടനല്ല പോയത്, എന്താണ്? വല്ലാത്തൊരു കഷ്ടമാണ് ദാസേട്ടൻ്റെ കാര്യം. 10-25 കൊല്ലമായിട്ട് അയാൾക്ക് ഗൾഫിൽ കട്ടർകുയി മാന്തലേന്ന് പണി. ശരിയാണ്, ഞാൻ നേരിട്ട് കണ്ടാണ്. നെഞ്ഞ് പൊട്ടിപ്പോവും മൂപ്പരെടുക്കണ പണി കണ്ടാൽ. എല്ലാം നിർത്തി ഇനി പോകില്ല പറഞ്ഞൊരു മനുഷ്യനാണ്. എന്തേ പറ്റിയെന്നാവോ? പറ്റിയതൊന്നുമല്ല, ഒരാണും 2 പെണ്ണും 3 മക്കളാണ്. മോൻ കല്യാണം കഴിഞ്ഞിട്ട് ലണ്ടനിൽ പോയതാ, വല്ലപ്പോഴും വീഡിയോ കോളിൽ കാണും. എന്നാലും 2 പെമ്മക്കളില്ലേ, 100 കൊടുത്ത് കെട്ടിച്ചതല്ലേ, ഇവലാരും തിരിഞ്ഞു നോക്കൂല. ബാപ്പുട്ടിയെ, ഈ പറഞ്ഞ മക്കൾക്കൊക്കെ ഒരു സുഖജീവിതം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സ്വന്തം കാര്യത്തെ പറ്റി മൂപ്പര് ചിന്തിച്ചില്ല. മക്കളൊക്കെ കൂടെ ഉണ്ടാവും വിചാരിച്ചേ. ഇന്നാലും മൂപ്പരെ ഭാര്യയില്ലേ, അവർക്കിവിടെ ഒന്ന് വന്ന് നിന്നൂടെ? എടോ അച്ചുവോ, ഇത്രയും കാലം പണം ചെലവഴിച്ച് ജീവിച്ച ആർക്കും അതില്ലാതാവുമ്പോൾ ജീവിക്കാൻ കുറച്ച് പണിയുണ്ടാവും. ദാസേട്ടൻ നാട്ടിൽ വന്നിട്ട് 3 മാസേ ആയിട്ടുള്ളൂ, അപ്പോത്തിന് ആ മനുഷ്യൻ പോവുകയാണ്. അത് ശരിയാണ്, കഷ്ടിച്ച് 3 മാസം. ഈ 3 മാസത്തിൻ്റെ ഇടയിൽ 10-15 ദിവസമാണ് മൂപ്പരെ ഭാര്യ ഇവിടെ നിന്നിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസം മുഴുവൻ പെമ്മക്കളോടാണ് നിന്നത്. അവരൊക്കെ വലിയ നിലയിലല്ലോടോ. അതെ, അവർ വലിയ നിലയിലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദാസേട്ടനെയും പറ്റാത്തത്. ഏത് നിലയിലാണെങ്കിലും ദൈവം തമ്മിൽ പോലും പൊറുക്കൂല. അത്രയും കഷ്ടപ്പെട്ട മനുഷ്യനാണ് ദാസേട്ടൻ. ഇന്ന് ഇനി യാത്രയില്ല, പോയിട്ട് വരാം. എന്നാൽ പിന്നെ അടുത്ത കൊല്ലത്തെ ഓണം നമുക്ക് ഉഷാറാക്കാം. ഹാപ്പി ഓണം.